അസ്സലാമലൈക്കും. നഫൽ മാഷാണ്. ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയും, മാഷേ ആ കവിത ഒന്ന് വേറെ ടൂണിലും കൂടി പാടാൻ പറ്റുമോ ചോദിക്കും. ഒരുപാട് ടൂണിൽ പാടാൻ. ഒരു കവിതയ്ക്ക് ഒരു ബഹറുണ്ടാവും. ആ ബഹറിൽ ഏത് ലഹനിലും പാടാം. ലഹനി പറഞ്ഞാൽ ഈണാണ്. ബഹർ അതിൻ്റെ കവിതയുടെ റൂട്ടാണ് ശരിക്കും. പിന്നെ ഈ ഷഅറിൻ്റെ പ്രത്യേകത കവിതയുടെ റൂട്ടാണ്. സ്വതന്ത്രമായ കവിതകൾക്ക് ചിലപ്പം ബഹറുണ്ടാവില്ല, പക്ഷേങ്കിൽ മത്സരത്തിലുള്ള കവിതയൊക്കെ ബഹറുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ബഹർ ഏത് ലഹനിലും പാടാൻ വേണ്ടി ഇപ്പോൾ കവിതയുടെ കണ്ടൻറ്റ് ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ അതിൻ്റെ ഭാവത്തിനനുസരിച്ച് അതിന് പുറത്ത് പോകാത്ത രീതിയിൽ പാടാം. അപ്പോൾ ഞാൻ ഈ കവിത വേറെ ഒരു ട്യൂണിൽ കൂടി പാടുന്നുണ്ട്. ഏതൊക്കെ ട്യൂണിൽ പാടാറുണ്ട്? ഇത് സാധാരണ ഞാൻ പാടിയതുപോലെ മത്തറുൻ ഗസീറുൻ ഫീ മനാതിഖി കൈറല അഹ്സാനുനാ അൻ അഹ്ലിഹൽ മുഖ്തലഈൻ دفن الورى بثرى وكانوا نائمين وبكاءهم لم يرفعوا إلا الأنين قتلت مئات بانهيار أراضهم وكأنهم خسفوا تماما صائحين سمعوا صراخا شق من فوق الجبال هلكوا سريعا تحت صخر في المتين. നീട്ടാണ് പാടാം. അല്ലെങ്കിൽ مطر غزير في مناطق كيرلا أحزاننا عن أهلها المقتلعين دفن الورى بثرى وكانوا نائمين وبكاءهم لم يرفعوا إلا الأنين قتلت مئات بانهيار أراضهم وكأنهم خسفوا تماما صائحين سمعوا صراخا شق من فوق الجبال هلكوا سريعا تحت صخر في المطين نشدوا عيالا ليلة كانوا معا لكنهم ظلوا صباحا غائبين جلبت سيول بالتراب مثقلا سقطت سقوف فوق رأس ساكنين خربت بيوت والشوارع والقرى ومعاهد ومواطنها مغرقين. അങ്ങനെ പാടാം. പിന്നെ വ്യത്യസ്തമായി ഒരുപാട് ട്യൂണിൽ ഇപ്പം മറ്റുള്ള കവിതകളൊക്കെ പാടിയതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ രീതിയിൽ പാടാം. നമുക്കും പക്ഷേ അത് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാനത് വേറെ ട്യൂണിൽ പാടിത്തരാം വേറെ അടുത്ത വീഡിയോയിൽ. അതുപോലെ വേറെ ട്യൂണും സാധാരണ പാടുന്ന പോലെ മത്തറുൻ ഗസീറുൻ ഫീ മനാതിഖി കൈറല അഹ്സാനുനാ അൻ അഹ്ലിഹൽ മുഖ്തലഈൻ دفن الورى بثرى وكانوا نائمين وبكاءهم لم يرفعوا إلا الأنين قتلت مئات بانهيار أراضهم وكأنهم خسفوا تماما صائحين سمعوا صراخا شق من فوق الجبال هلكوا سريعا تحت صخر في المطين نشدوا ഈ രീതിയിൽ നോർമലായി പാടാം. അപ്പോൾ പാടുന്ന ആൾക്കാർ വ്യത്യസ്തമായ ട്യൂണിൽ പാടുമ്പം ചിലപ്പോൾ എന്താവും പിന്നെ വ്യത്യസ്തമായ ട്യൂണിൽ കേൾക്കുമ്പോൾ ഒരു രസമായിരിക്കും. അപ്പോൾ ഓരോ ആൾക്കാരുടെ ശബ്ദത്തിൻ്റെ വേരിയേഷൻസ് ഓരോരാൾക്ക് ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേക റേഞ്ച് ഉണ്ടാകും. ആ റേഞ്ചിനനുസരിച്ച് പാടാം. നല്ല റേഞ്ചുള്ള ആണെങ്കിൽ നല്ല ശബ്ദ റേഞ്ചുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും
പിന്നെ മത്വറുൻ ഗസീറുൻ ഫീ മനാത്തിഖി കൈരല അഹ്സാനുനാ അൻ അഹ്ലിഹൽ മുഖ്തലഈൻ دفن الورى بثرى وكانوا نائمين وبكاءهم لم يرفعوا إلا الأنين قتلت مئات بانهيار أراضهم وكأنهم خسفوا تماما صائحين سمعوا صراخا شق من فوق الجبال هلكوا سريعا تحت صخر في المطين نشدوا عيالا ليلة كانوا معا لكنهم ظلوا صباحا غائبين جلبت سيول بالتراب مثقلا سقطت سقوفا فوق رأس ساكنين خربت بيوت والشوارع والقرى ومعاهد ومواطنها മുഗറഖ്. ഞാൻ ഇപ്പോൾ പാടുന്നത് പോലെ പാടണ്ട, കുറച്ച് ഭാഗം കൊടുത്തു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പാടുന്നത് ഫാസ്റ്റായിട്ട് പാടുന്നത്, അതായത് നിങ്ങൾക്ക് അയച്ചുതരാൻ വേണ്ടിയിട്ട് പാടുന്നതാണ്. അപ്പോൾ നല്ല ഭാവത്തോടു കൂടി ശരിക്കും പാടുമ്പോൾ നമ്മളെ മനസ്സ് അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് മനസ്സ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പാടരുത്. ഒരിക്കലും ഒരാൾ പാട്ട് പാടുമ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പാടരുത്. കേൾവിക്കാരൻ്റെ മനസ്സിൽ സ്ഥാനം കിട്ടാൻ പാടണം. ഏത് പാട്ടായി കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി പാടിക്കഴിഞ്ഞാൽ എനിക്ക് പാടാനാവില്ല, കോൺഫിഡൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ മനസ്സുകൊണ്ട് ഒന്നാം സ്ഥാനത്തിൻ്റെ പകരമായിട്ട് കേൾവിക്കാരൻ്റെ മനസ്സിൽ സ്ഥാനം കിട്ടാൻ പാടിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടും. അങ്ങനെയാണ്.